റായ്പൂർ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ സെഞ്ചുറി വേട്ട. വിരാട് കോഹ്ലിയുടെയും ഋതുരാജ് ഗേക്വാദിന്റെയും സെഞ്ചുറിയുടെയും KL രാഹുലിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ കൂറ്റൻ സ്കോറാണ് ഇന്ത്യ ഉയർത്തിയത്. 359 റൺസാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയലക്ഷ്യം. ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഖിലാഫ്, വിരാട് കോഹ്ലി വിരമിക്കണമെന്ന് ആക്രോശിക്കുന്നവർക്ക് മുന്നിൽ ബാറ്റുകൊണ്ട് മറുപടി പറയുന്നു സൂപ്പർതാരം. തീർച്ചയായും അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ പേർ, അതായത് ഈ ഒരു ഒറ്റ ഫോർമാറ്റിൽ മാത്രം കളിക്കുന്നത് കൊണ്ട് താരം ഏകദിനത്തിൽ നിന്ന് വിരമിക്കണം എന്ന് പറയുന്നവർക്ക് ഒരു ചുട്ട മറുപടിയാണ് കോഹ്ലി ഇന്ന് നൽകിയത്. അതും 53ാമത്തെ ഏകദിന സെഞ്ചുറി നേടിക്കൊണ്ടാണ് ഈ ഒരു മറുപടി നൽകുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് തുടർച്ചയായ 2ാം സെഞ്ചുറിയാണ്. കൂടാതെ ഓസ്ട്രേലിയക്കെതിരായ അർദ്ധ സെഞ്ചുറി നേടി ആ ഒരു ഫോം തുടരുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ടെസ്റ്റിൽ നിന്നും അതേപോലെ തന്നെ 2020 ക്രിക്കറ്റ് ഫോർമാറ്റിൽ നിന്നും കോഹ്ലി വിരമിക്കുന്നത്. ഇതിനുശേഷം താരം ഈ ഒരു ഏകദിനത്തിൽ നിന്നും കൂടി വിരമിക്കണമെന്നായിരുന്നു പലരും ആവശ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ വിമർശകർ പറഞ്ഞിരുന്നത്. ഇതിനൊക്കെ മറുപടിയായിരുന്നു ഇന്ന് നേടിയ ഈ ഒരു സെഞ്ചുറി. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കരിയറിലെ 84ാമത്തെ സെഞ്ചുറിയാണ്. അതായത് ഇനി മുന്നിലുള്ളത് 100 സെഞ്ചുറികളുമായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറാണ്. ആ ഒരു റെക്കോർഡ് മറികടക്കാൻ വേണ്ടി ഇനി 16 സെഞ്ചുറികൾ കൂടിയാണ് കോഹ്ലിക്ക് ആവശ്യമുള്ളത്. അതേപോലെ തന്നെ ഏകദിനത്തിൽ നേരത്തെ തന്നെ റാഞ്ചി സെഞ്ചുറി നേട്ടത്തോടെ തന്നെ ഏറ്റവും മികച്ച ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം എന്ന റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നു. ഇനി ഋതുരാജ് ഗേക്വാദിലേക്ക് വരികയാണെങ്കിൽ താരം ഏകദിനത്തിൽ കന്നി സെഞ്ചുറിയാണ് കുറിച്ചത്. കൂടാതെ ഈ ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോം തുടർന്നിട്ടും ആ ഒരു താരത്തെ സെലക്ടർമാർ തഴയുകയായിരുന്നു. ഇതിനൊക്കെ കൂടിയ ഒരു മറുപടിയായിരുന്നു ഇന്ന് നേടിയത്. അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് KL രാഹുലിന്റെ പ്രകടനമാണ്. KL രാഹുൽ ഇന്ന് അർദ്ധ സെഞ്ചുറിയുമായി ഒരു ക്യാപ്റ്റൻ സ്നോക്ക്, എങ്ങനെയാണ് അവസാനം ക്യാപ്റ്റൻ സ്നോക്കിലൂടെ 350 റൺസ് കടത്തിയത് KL രാഹുലിന്റെ ചേർത്തുനിൽപ്പാണ്. അഖില, ഖിലാഫ്, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയിട്ടൊക്കെയുണ്ട്. ടീമിൽ ഇടം നേടിയ മറ്റു താരങ്ങൾ ആരൊക്കെയാണ്? തീർച്ചയായും അഖില, നമുക്കൊരു സന്തോഷം തന്നെയാണ്. കാരണം നമുക്കറിയാം മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യയുടെ ടീമിലെത്തുന്നു. അതും വിക്കറ്റ് കീപ്പറായി തന്നെ എത്തുന്നു. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ടീമിൽ എത്തിയിരിക്കുന്നതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ നവംബർ 1 കൊൽക്കത്ത ടെസ്റ്റിനിടെ പരിക്കേറ്റ ക്യാപ്റ്റൻ, ഇന്ത്യൻ ടെസ്റ്റും ഏകദിന ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിൽ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. താരം കളിക്കുന്നതിൽ ഒരു വ്യക്തതയില്ല. കാരണം താരം ഫിറ്റ്നസ് തെളിയിച്ചാൽ മാത്രമേ ഈ ഒരു ടീമിലേക്ക് കളിക്കാൻ സാധിക്കൂ. അപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ സഞ്ജു ആയിരിക്കും ഇന്ത്യൻ ടീമിയുടെ ഓപ്പണറായി എത്തുക. ടോപ്പ് ഓർഡറിൽ ഇന്ത്യൻ താരം മികച്ച ഒരു ഫോമിൽ തന്നെയാണ്. കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പരിക്കേറ്റ് പുറത്ത് നിൽക്കുന്ന ഹാർദിക് പാണ്ഡ്യ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ടീം ഓടിച്ചു നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗിൽ തന്നെയാണ്. കൂടാതെ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, അക്സർ പട്ടേൽ, ജിതേഷ് ശർമ്മ, 2ാം വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മ ടീമിൽ എത്തിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും അർഷ്ദീപ് സിംഗും കുൽദീപ് യാദവും ഹർഷിത് റാണയും വാഷിംഗ്ടൺ സുന്ദരും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. അഖില, ശരി. ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.